ഇന്ന് നമ്മൾ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ബീഫ് പേരിന് മാത്രമേ ഉള്ളൂ, കാരണം വെച്ചാൽ ബീഫിന് 400 രൂപ കിലോ. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഏലക്ക, കറിയാമ്പൂ, കറുവപ്പട്ട ഇട്ടു. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റിട്ടോ. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കും. അത്യാവശ്യം 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കും. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ്, സബോള, പച്ചമുളകും വേവിച്ചത് ഇതിനകത്ത് തട്ടിട്ടോ. അതിൻ്റെ പിന്നാലെ ബീഫും ഗ്രീൻ ബീൻസും വേവിച്ചത്. ഗ്രീൻ ബീൻസ് ഉണക്ക ഗ്രീൻ ബീൻസ് ആയിരുന്നു, പച്ച കിട്ടിയില്ല. അത് തന്നെ ബീഫിനേക്കാളും പാടായിരുന്നു അത് വേവാനായിട്ട്. അതിനകത്ത് 3-ാം പാലും 2-ാം പാലും ഒഴിച്ച് നന്നായി തിളപ്പിച്ചു കേട്ടോ. ഈ സ്റ്റൂവിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ നാളികേരപ്പാൽ വേവിച്ച് തിളപ്പിക്കലാണ്. അപ്പോൾ 3-ാം പാലും 2-ാം പാലും വേവിച്ചാണ് ഈ ബീഫ് നന്നായി തിളപ്പിച്ചത്. അതിനുശേഷം 1-ാം പാലിനകത്ത് അമ്മച്ചി ഗരം മസാല നന്നായി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 2-3 സ്പൂണല്ല, അതിനേക്കാളും കൂടുതൽ പോകുന്നുണ്ട്. 2-3-3.5 സ്പൂണോളം അമ്മച്ചി ഗരം മസാല അതിനകത്ത് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ബീഫ് സ്റ്റൂ നന്നായി തിളച്ച് വരുമ്പോൾ ഈ 1-ാം പാൽ ഇതിനകത്ത് ഒഴിക്കും. അതിനുശേഷം വേറൊരു പാത്രത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ചുവന്നുള്ളി അരിഞ്ഞ് വേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റി ഇതിനകത്തേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞങ്ങൾക്ക് അവിടെ കുറച്ചുണ്ടായിരുന്നു, ഞങ്ങളത് അതിനകത്ത് ഇട്ടു. കുക്കിംഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ ഞാനായിരിക്കും, പക്ഷെ അവസാനിക്കുന്ന സമയത്ത് അമ്മച്ചി എത്തും. അമ്മച്ചിയുടെ ഒരു ഹാൻഡ് അതിനകത്ത് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അമ്മച്ചി വന്നൊന്ന്, എന്നാലും അമ്മച്ചിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അമ്മച്ചി കുക്കിങ്ങിൽ ഭയങ്കര പാഷനേറ്റ് ആണ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷെ അത്ര പാഷനേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇത് നന്നായി വഴണ്ടു വന്നു. അങ്ങനെ ഇത് വഴണ്ട് വന്ന് നന്നായി മുരിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മുടെ ബീഫ് സ്റ്റൂവിനകത്ത് ഒഴിച്ചു കേട്ടോ. ഉപ്പും മുളകും നോക്കി ഇവിടെ നിർത്തൂല.